ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. ഇതൊരു ഫ്രൈഡേ രാവിലെയാണ്. സാധാരണ ഫ്രൈഡേ എഴുന്നേക്കാന്ന് വെച്ചാൽ ഒരു സ്ലോ പേസിലായിരിക്കും. ഓക്കെ, വീക്കെൻഡ് സാറ്റർഡേ സൺഡേ എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങാൻ പോവാം, അങ്ങനെ ഒരു മൈൻഡിലായിരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ആ ഒരു ടെൻഷനാണ് എന്നെ സത്യത്തിൽ കട്ടിലിൽ പൊക്കിയത്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം ചുമ്മാ ഇരുന്നിട്ട് പുറത്തൊക്കെ നോക്കി ഇരുന്ന് വെള്ളമൊക്കെ പിടിച്ച് പതുക്കെ ഡേ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ വെള്ളം കുടിക്കുന്ന സീനാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഗിൽ എല്ലാ സാധനവും ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് വർക്കൊക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഞാൻ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടോ, അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മെറ്റീരിയൽസൊക്കെ ഞാൻ ബാഗിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഞാൻ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. ഇപ്പം ഇൻ കേസ് ഞാൻ ഇവിടുന്ന് ഭയങ്കര കാര്യമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണം ഇല്ലെങ്കിൽ പോലും എനിക്കത് ചെയ്യാനുള്ള മൂഡ് പോവും. അതുകൊണ്ട് ഞാനത് ഉറപ്പുവരുത്തുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, ഞാൻ ഒരു വീക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും എടുത്ത് വായിച്ചു നോക്കുക. കാര്യം എന്തായാലും ഈ വീക്ക് തീരാറായി. അപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായി. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ വായിച്ചു നോക്കുമായിരുന്നു. പക്ഷേ അതിനകത്ത് പല കാര്യങ്ങളും എനിക്ക് ഒറ്റാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ വെട്ടിയിട്ടുള്ളൂ അതിനകത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും കുറച്ച് നേരം. എൻ്റെ അമ്മ കണ്ട് അത്ഭുതപ്പെടും, പക്ഷേ ആക്ച്വലി ഞാൻ പ്രാർത്ഥിക്കും അമ്മേ. അപ്പോൾ കുറച്ച് നേരം പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുക, ലെന്ത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും പോകും, ചിലപ്പം സമയം മാറും, ചിലപ്പോൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നടക്കുന്ന വഴി പ്രാർത്ഥിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ, പിന്നെ വിചാരിച്ചു ഞാൻ നോക്കിയപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഇരിക്കുന്നു. അപ്പം 2-3 ആഴ്ച മുന്നേ എനിക്ക് തന്നുവിട്ട സ്വീറ്റ് പൊട്ടറ്റോ ആണ്. നാശമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്തായാലും ദൈവം സഹായിച്ചത് നാശമായിട്ടില്ല. അപ്പം പിന്നെ അത് കളയണ്ട, അന്ന് അത് പുഴുങ്ങി വെച്ചിട്ട് പോയാൽ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് ഇവിടെ എന്തോ ഒരു പരിപ്പുള്ള കറിയാണ്, എനിക്ക് തീരെ പറ്റൂല. പരിപ്പും ബീട്രൂട്ട് എന്തോ പുഴുങ്ങി വെച്ച പോലെ ഒരു കറിയാണ്. പിന്നെ പരിപ്പോടെയും പായസമൊക്കെ ഉണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക്. രാവിലെ സ്വീറ്റ്സ് ഉണ്ടാവും ഫ്രൈഡേ. പക്ഷേ എനിക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്തായാലും കളയണ്ട, ഇത് പുഴുങ്ങി വെച്ചിട്ട് പോയാൽ ഉച്ചയ്ക്ക് വന്നിട്ട് ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എന്തായാലും മെസ്സിൽ പോകും കേട്ടോ. അപ്പോൾ എന്താ വിചാരിച്ചേ, ഇത് പുഴുങ്ങി വെച്ചിട്ട് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കെറ്റിൽ കണ്ടോ, ഈ കെറ്റിൽ ഞാൻ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ ഹോസ്റ്റലിലേക്ക് എടുത്തിട്ട് വന്നിട്ട്. പക്ഷേ ഞാനും മുഫിയും കൂടെ ഒരുപാട് പരീക്ഷണങ്ങൾ വീട്ടിൽ നടത്താറുണ്ട്, ചിക്കൻ ബിരിയാണി തൊട്ടെല്ലാം. അപ്പോൾ ഞാൻ വരും വീഡിയോസിൽ അതൊക്കെ കാണിക്കാവേ. പിന്നെ എന്താ, അപ്പോൾ ഞാനത് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കാറില്ല ഞങ്ങൾ. പൈപ്പിലെ വെള്ളം, നമ്മൾ വാട്ടർ ഡോക്ടറിലെ വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യണമെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാറുള്ളൂ. കാര്യം ഇവിടെ ഒരുമാതിരി ഹാർഡ് വാട്ടർ ആണ്. അപ്പോൾ ഞാൻ കുപ്പിയിലെടുത്ത് വെച്ചിരുന്ന് വെള്ളം ഒഴിച്ച് അത് സ്റ്റീം ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ അടച്ചു. പക്ഷേ ഒരു ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത് ഓൺ ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. പിന്നെ ഞാൻ രാവിലെ സ്ഥിരമായിട്ട് കഴിക്കാറില്ല കേട്ടോ ഡേറ്റ്സും ബദാമും. അത് ഈ ഡേറ്റ്സ് ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബദാം വെച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. മുഫിയാണ് കേട്ടോ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചത് ഇത് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മെസ്സിലേക്കായിരുന്നു. ആസ് യൂഷ്വൽ ഇഡലി സാമ്പാർ ചമ്മന്തി. ഒരാഴ്ചയിൽ ഒരു 10-12 പ്രാവശ്യം ഇവിടെ ഇഡലിയും ദോശയും തന്നെയാണ്. പിന്നെ ഇന്ന് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കും പ്രദീപക്കും കൂടി കുറച്ച് പ്രിൻ്റ് എടുക്കാനൊക്കെ പോകണ്ടായിരുന്നു. പിന്നെ റൈസ് ഫീൽഡിൽ പോയിട്ട് സീഡ്സിൻ്റെ കാര്യമൊക്കെ അവിടുത്തെ സാറിനോട് സംസാരിച്ചു. തിങ്കളാഴ്ച സോ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നടക്കട്ടെ, എന്നാലേ വേഗം റിസർച്ച് തീരൂ. അത് കഴിഞ്ഞിട്ട് എന്താ, ഞങ്ങൾ റൂമിൽ വന്നിട്ട് PG ലെക്ചർ ഹാളാണിത്. ലെക്ചർ ഹാളിൽ വന്നിട്ട് കുറച്ച് നേരം സ്നാപ്പ് എടുത്തൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ 2 പേർക്ക് ആദ്യമേ എടുത്തപ്പോൾ 2 പേർക്ക് പൂ വന്നു. പിന്നെ ഒരാൾക്കേ പോകുന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ പൂ വെച്ചു. ഉച്ചയാകാറായപ്പോഴത്തേക്കുമാണ് വർഷിനിക്ക് ഭയങ്കര പൊറോട്ട തിന്നണമെന്ന് ആഗ്രഹം. അങ്ങനെ അവളുടെ ഫ്രണ്ടിൻ്റെ ആൾ പറഞ്ഞു കൊടുത്ത കടയാണിത്. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഈ പെരിയ നായികി അമ്മൻ മെസ്സിലേക്ക് എത്തിപ്പെട്ടത് ഗൈസ്. പക്ഷേ കറക്റ്റ് പ്ലേസ് ആയിരുന്നു. അങ്ങനെ ഒരു പുതിയ പ്ലേസ് നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കുകയാണ്, അടിപൊളി പൊറോട്ട തിന്നാനുള്ള ഒരു പ്ലേസ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്ത് പക്ഷേ ചോറായിരുന്നു കേട്ടോ. അവൾക്ക് പൊറോട്ട വേണ്ട പോലും, അവൾക്ക് ചോറ് മതി, മീൽസ് മതി പറഞ്ഞിട്ട് അവളൊരു വെജ് മീൽസാണ് വാങ്ങിച്ചത്. അതിനകത്ത് എന്താ, ഇതൊരു കായ കൊണ്ടുള്ള കറിയായിരുന്നു, ഈ മഞ്ഞക്കറി. മറ്റേതൊരു കോളിഫ്ലവർ കൊണ്ടുള്ള കറിയാണ്. പൊറോട്ട കുളമ്പ് കലക്കി. അപ്പോൾ ഞാൻ കുറച്ച് കറി എടുത്ത് പൊറോട്ടയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട്, പൊറോട്ട കണ്ടപ്പോൾ തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ, നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു കണ്ടാ. പിടിക്കുമ്പോൾ തന്നെ അതിങ്ങോട്ട് വിട്ടുപോരുക. അതെടുത്തിട്ട് കറിയിൽ മുക്കി ഓംലേറ്റിൽ വെച്ച് കുറച്ചും കൂടി കറി മുക്കി വായിലോട്ട് വെച്ചപ്പോൾ ഉണ്ടല്ലോ മോനെ, അതിങ്ങോട്ട് അലിഞ്ഞു പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ സ്പോട്ടിൽ, കോയമ്പത്തൂരുള്ള ആരെങ്കിലും ഈ സ്പോട്ടിൽ വന്നിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി പൊറോട്ട കിട്ടാൻ വന്നോളൂ. 110 രൂപയായിട്ടുള്ളൂ കേട്ടോ. ഹോസ്റ്റലിൽ വന്നുകൊണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് നോക്കി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ അവസ്ഥ എന്നതാണ്. കുറച്ച് കട്ടിയായതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഹീറ്റ് ചെയ്യാൻ വെച്ചു, മീൻസ് പുഴുങ്ങാൻ വെച്ചു.
അപ്പോൾ ഒരു കൊറിയർ വന്നു, തിരിച്ചു വാങ്ങിച്ചു വന്നപ്പോഴത്തേക്കും സംഭവം സെറ്റായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു കവർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. സാധനം വരുന്നുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ കൂടെ ചാർജറൊക്കെ വെക്കാൻ പറ്റൊരു പൗച്ച് ഉണ്ടാകുന്നുണ്ടാവും. ഇത് വാങ്ങിച്ചത് ഉണ്ടോ നോക്കാം. പൗച്ചൊന്നും കാണുന്നില്ല കേട്ടോ. അയ്യോ പറ്റിച്ചത് തോന്നുന്നു. പക്ഷേ പൗച്ചുണ്ട് ഗായ്സ്. ഇതിൻ്റെ പൈസക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. കൊള്ളാം. ഒരു പൗച്ച്, നമുക്ക് ചാർജറൊക്കെ വയ്ക്കാം. പിന്നെ ഒരു ലാപ്ടോപ്പ് ഇത് കൊള്ളാം. ഉള്ളിലൊക്കെ സ്പഞ്ചൊക്കെ ഉണ്ട്. എന്താ ഇതൊക്കെ ഓക്കെയാണ്, സിപ്പൊക്കെ ഓക്കെയാണ്. ഈ നമ്മൾ പർച്ചേസ് അടിപൊളിയായി ഗൈസ്. വെച്ചാണ് കുറേ നാൾ ഞാൻ നന്നായി സൂക്ഷിച്ച ലാപ്ടോപ്പാണ്, പക്ഷെ ഒരു മാസത്തെ ഉപയോഗം കൊണ്ട് നാശമായെന്നാണ് എനിക്ക് തോന്നാനുള്ളത്. 15.5 ഇഞ്ചാണ് എൻ്റെ സൈസ്. കറക്റ്റായിരിക്കും ഞാൻ വിചാരിക്കും. പെർഫെക്റ്റ്. അയ്യോ ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഇത്ര നേരം. ഇനി ഒരു ഇതും കൂടി കാണിച്ചു തരാം. ചാർജർ വെക്കുന്ന സാധനം. അയ്യോ ഇത് എൻ്റെ ചാർജറല്ല, ഇത് വർഷയുടെ ചാർജറാണ്. അവൾ ചാർജർ ക്ലാസ് റൂം ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ എടുത്ത് വെച്ചതായിരുന്നേ. ഇതാണ് എൻ്റെ ചാർജർ. ഞാൻ ഓൾറെഡി വലിയ വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല, നന്നായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഓക്കെ. പിന്നെ ചാർജറും പുറത്തിട്ട് സങ്കടം വേണ്ട. പിന്നെ മൗസ് ഉണ്ടല്ലോ, മൗസും കൂടെ കൊടുക്കാം. മൗസ് ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫൈൻഡ് അപ്പ് ചെയ്യുകയാണേ. നല്ല സമയം. എത്ര സമയമായി? 2:43 ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് സമയം, നല്ല സമയം. ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.